ഞാൻ വീഡിയോസ് പലതിനെ പറ്റിയും എനിത്തിങ് അബൌട്ട് എവറിത്തിങ് എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ പറ്റിയാണ്. ഇത് ഞാൻ ഇടാനുള്ള മെയിൻ കാരണം എൻ്റെ കൂടെ പണ്ട് ഞാൻ ഇവിടെ അമേരിക്കയിൽ വന്നപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് എന്നെ ഓറിയൻറ്റ് ചെയ്ത പല നേഴ്സസും ഇപ്പോൾ റിട്ടയർ ആയിട്ടിരിക്കുന്നുണ്ട്. അവരെല്ലാവരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, അവർ ജോലി ചെയ്ത് നടന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ റിട്ടയർമെൻറ്റിൽ അവർക്ക് റിട്ടയർമെൻറ്റ് മണിയായിട്ട് കിട്ടുന്ന കാശ് അവർക്ക് ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ നിന്ന് പിന്നെയും ടാക്സ് കട്ടിങ്ങും ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ ഒരു അത്ഭുതമാണ് തോന്നിയത്. ഞാൻ വിചാരിച്ചു നമുക്ക് പെൻഷൻ, റിട്ടയർമെൻറ്റ്, 401k ഈ പൈസയൊക്കെ നമ്മൾക്ക് ഭാവിയിലോട്ടുള്ള ജീവിതത്തിനും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ ഇനഫായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് അത് ഒന്നുമല്ലെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ നിമിഷം തന്നെ ഇപ്പം ഒരിക്കലും വൈകിട്ടില്ല. നിങ്ങൾ 20 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, 40 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, ഏത് പ്രായമായെങ്കിലും ചെയ്യാതിരിക്കുന്നതിലും നല്ലത് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ഫൈനാൻസിനെ പറ്റി മനസ്സിലാക്കി നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ലേൺ ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന വീഡിയോ ഫൈനാൻസ് ഇൻഡിപെൻഡൻസിനെ പറ്റിയാണ്. നിങ്ങൾ വരൂ, നമുക്ക് ഈ വീഡിയോയിൽ കൂടെ ഇതേപ്പറ്റി ഫൈനാൻസിനെ പറ്റി കൂടുതൽ അറിവ് നേടാം. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഫൈനാൻസിനെ പറ്റി. അപ്പം ഫൈനാൻസിനെ പറ്റി ആ വേർഡ് കേൾക്കുമ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അതായത് പണം, ഫൈനാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പറയുന്നത് തന്നെ അതൊരു നല്ലൊരു ഇതായിട്ടല്ല കാണുന്നത്. ചെറുപ്പത്തിലെ തന്നെ പണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവന് പണത്തിനോട് ഭയങ്കര ആർത്തിയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ മോൻ എന്നോട് ചോദിച്ചു, മമ്മ ഞാനൊരു മില്ലിനിയർ ആയാൽ ഞാൻ കോളേജിൽ പോയി പഠിക്കണം എന്നോട് എൻ്റെ മോൻ ചോദിച്ചു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ മില്ലിനിയർ ആകുമോ ആകാതിരിക്കുമോ അത് മില്ലിനിയർ ആകുന്ന നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് അവനെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഞാൻ അവൻ്റെ അടുക്കെ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. മില്ലിനിയർ ആകുന്നോ, ജീവിതത്തിൽ പണമല്ല എല്ലാം, നീ ഇപ്പം പഠിക്കുക, പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതായിരുന്നു എൻ്റെ റിപ്ലൈ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അവനോട് ആ പറഞ്ഞത് ശരിയായില്ല. അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ഫൈനാൻസിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഞാൻ മിസ്റ്റർ പുരുഷോത്തമനെ പരിചയപ്പെടുന്നത്. സോ ഇന്ന് എന്നോട് കൂടെ ഉള്ളത് മിസ്റ്റർ പുരുഷോത്തമനാണ്. അതായത് പുരുഷോത്തമൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്താണ്. ക്യാൻ യു എക്സ്പ്ലെയിൻ? Hi, this is Purushottam here. I live in Dallas with my family, a wife and 2 kids. I came into the financial industry because when I came to US, I was looking for a way to secure myself. When I came here, I figured out that even though I have money back home in India, that is not sufficient, but I have to plan everything myself systematically, because that whole amount of money what we have back home is not sufficient to retire here or take care of the kids' education. അതുകൊണ്ട് ഞാൻ വന്നിട്ട് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഹൗ ടു പ്ലാൻ ഫോർ ദി ഫൈനാൻസസ്. അപ്പം ഞാനൊന്ന് ഇൻട്രപ്റ്റ് ചെയ്യട്ടെ. അപ്പം എന്നാണ് അമേരിക്കയിൽ വന്നത്? ഞാൻ വന്നത് 2004-ലാണ്. 2000. അപ്പം എന്തായിരുന്നു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഐ എം എ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ. ഞാൻ 84 96 വരെ ഒരു വലിയ ഇന്ത്യൻ IT കമ്പനി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയി. I went to Taiwan, Holland, Belgium, China, different places. Then finally I landed up in US in 2004. അത് ഞാൻ വന്നിട്ട് I wanted to stay here only for 2-3 years and go back. But what happened is that I bought my car, I bought my home, everything. Then I'm stuck. Then I had to plan everything here. So you got a job? I got a job and moved. അപ്പോൾ ഏത് വിസയിലാണ് വന്നത്? ഞാൻ വന്നത് L1A-ലാണ്. So through a company, I used to work with a company called Nokia as a director level. Then subsequently I had to think what I should do and plan. All the income I was making was not sufficient to take care of my family and plan for the retirement. The retirement was the main thing at that point in time. That made me to think that I should think what I should do here for me and my kids and my family to settle down properly here, not depend on anyone else. ഓക്കെ. അപ്പം ഇവിടെ വന്ന് നോക്കിയയിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പിന്നെ ഫാമിലിയൊക്കെ ഇവിടെ കല്യാണത്തിന് മുമ്പാണ് വന്നത്? കല്യാണം കഴിഞ്ഞിട്ടാണ് വന്നത്. That time I had 2 kids. After the kids were born only I came here in 2000.
അപ്പൊ അത് കഴിഞ്ഞ് ഫാമിലി എല്ലാരും ഇവിടെ വന്ന് എല്ലാവരും ഒരുമിച്ചാണ് വന്നത്. ഇവിടെ എല്ലാ എല്ലാവരും സ്ഥലത്തിനും ഒരുമിച്ച്. വി വെന്റ് ടുഗദർ, ഓൾ പ്ലേസസ് വി വെന്റ് ടുഗദർ ആസ് എ ഫാമിലി. ഓക്കെ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവൻ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുമായിരുന്നെങ്കിലും ഫൈനാൻസിനെ പറ്റി ഒരു ഫ്യൂച്ചർ എന്തായിരിക്കണം എന്ന് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു വറിയും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് അപ്പൊ പിന്നെ എന്താ പിന്നെ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് ദെൻ ഐ വാസ് തിങ്കിങ് എങ്ങനെയാ പ്ലാൻ ചെയ്യണം, ബേസിക്സ്. ദെൻ സിസ്റ്റമാറ്റിക്കലി ഐ സ്റ്റാർട്ടഡ് പ്ലാനിങ് മൈ റിട്ടയർമെന്റ്. അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ കോളേജ്. What age you started to think about your retirement? All these things around 40-45 only. Oh, okay. So it's about quite some time, around 40. Yeah, I actually, can say. people will be thinking that 40-45 too early to think about retirement. Am I right? Correct. ഞാൻ ഇതുവരെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടില്ല. Okay. നമ്മളിപ്പോൾ if we are born and brought up here, then you have enough time. But when we come here, we are already 40s. 40s ആവുമ്പോൾ നമുക്ക് ഒരുപാട് സമയമില്ല. We have to start to think how to plan for the kids' education and retirement. Simultaneously, both are hitting us at the same time. അതാണ് മെയിൻ പ്രോബ്ലം. അങ്ങനെ കാണുമ്പോൾ then only choice is if we don't have enough finance here, we have to go back to India. Then live. So that gave me lot of thought that I should plan properly, systematically, so that I can live properly as well. That is how I started learning for myself. Other then I said I can even educate other people who came along with me or my friends. Then I moved into the financial field. 2016, I left the company completely and I'm doing this full time from then. And this is the only thing I do, help a lot of families across US, Canada, every place, so that they can get a proper education. അപ്പം ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്നൊന്ന്, അതായത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ചെയ്യണം ആണെന്നുള്ളത്. കാരണം ഡസൻ മാറ്റർ വാട്ട് ഏജ് യു ആർ. അതായത് നമ്മൾ എത്രയും പെട്ടെന്ന്, അതായത് ഇപ്പം എൻ്റെ ഒരു അറിവില്ലായ്മയിലായിരുന്നു ഞാൻ. ആ അറിവില്ലായ്മയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ നമ്മുടെ ഫാമിലീനെയും അതുപോലെ തന്നെ നമ്മുടെ കിഡ്സിനെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കാൻ പഠിപ്പിക്കണം. അതായത് നമ്മൾ ഇപ്പം നാട്ടിലാണെങ്കിലും ഇന്ത്യൻസിന് പറ്റിയ ഒരു അബദ്ധമായിട്ട് നമുക്ക് പറയാം, പണക്കാരുടെ മക്കൾ എപ്പോഴും പണക്കാരായിട്ടിരിക്കുന്നു, ബിസിനസ്സുകാരുടെ മക്കൾ എപ്പോഴും ആയിട്ടിരിക്കുന്നു, സാധാരണക്കാരെപ്പോഴും ആ സാധാരണക്കാരുടെ ലെവലിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഡ്രീമിനും നമ്മുടെ ഗോളിനും ലിമിറ്റ് ഇല്ല. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ വിടുന്നതിനോടൊപ്പം തന്നെ മറ്റു പാഠ്യേതര വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ ഫൈനാൻസിനെ പറ്റിയും ബിസിനസ്സിനെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഒരു ഫൈനാൻസ് ലിറ്ററസി എന്നുള്ള ആ ഒരു വേഡിങ്ങിൽ അപ്പം അതിനെപ്പറ്റി എന്താണ് മിസ്റ്റർ പുരുഷോത്തമന് പറയാനായിട്ടുള്ളത്? സോ ഫൈനാൻഷ്യൽ ലിറ്ററസി നമുക്ക് ബാക്ക് ഹോം സ്കൂളിൽ ഒന്നും പഠിപ്പിക്കാറില്ല, കോളേജിലില്ല. അതേ സമയത്ത് ജോലി പോകുമ്പോൾ കുറച്ചൊക്കെ റിട്ടയർമെൻറ്റ് പ്ലാൻ, പെൻഷൻ, PF അതൊക്കെ ഉണ്ട്. പക്ഷേ ഹൗ ടു പ്ലാൻ പ്രോപ്പർലി സിസ്റ്റമാറ്റിക്കലി അങ്ങനെ ഒന്നുമില്ല. അമേരിക്കയിൽ വന്നു കഴിഞ്ഞിട്ട് ദർ ഈസ് നോ പ്രോപ്പർ സിസ്റ്റം ഫോർ യു ടു പ്ലാൻ പ്രോപ്പർലി. നമുക്ക് ഉള്ളത് 401, 403B, 457 അങ്ങനെയൊക്കെ ഉണ്ട്. പെൻഷൻ ഇപ്പോൾ അമേരിക്കയിലില്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡോണ്ട് ഹാവ് പെൻഷൻ അറ്റ് ഓൾ. If you are having it, you are lucky. പക്ഷേ then we'll have to systematically plan. ഇന്ന് ഞാൻ എല്ലാവരോട് പറയുന്നത്, ഈവൻ ഫോർ ദ കിഡ്സ്, കൊച്ചു പിള്ളേരാകുമ്പോൾ ഈവൻ ഇഫ് ദേ ആർ ഇൻ ദ ടീനേജർ, we should give them financial education. We have to give them basics of finance, how to be planning for the debt, how to have a proper credit history, എങ്ങനെയൊക്കെ അതൊക്കെ ക്രിയേറ്റ് ചെയ്യണം. Then how you should think in terms of planning your short term savings. Few things like savings is more important than buying everything what you want. Delayed gratification, അങ്ങനെയൊക്കെ കുറച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ പിള്ളേരെ പഠിപ്പിക്കണം. Then it makes it easy for them to have a good understanding of the finances and plan ahead for their own life systematically. അതേ സമയത്ത് when they go to 25 or 30, then they need to plan systematically how they are going to grow their wealth. What are the avenues they can have? They should learn about making more money from different sources, different income streams. Adokka. Then after that, they have to plan for marriage or savings, all that. So then as they grow, things will change. They will have a better understanding. That basic foundation, then they can build on that. Adana main.
ഫിനാൻസ് എഡ്യൂക്കേഷനെ പറ്റി അതായത് ബേസിക് നമ്മുടെ കുട്ടികൾക്ക് ഒരു ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കണം. അതായത് നമ്മളൊക്കെ പണ്ട് കാലത്തൊക്കെ പറയുന്ന പോലെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ പൈസ, പണം, ആ വേർഡ് അതിൻ്റെ പുറകെ പോകരുത്. പണമല്ല ഇമ്പോർട്ടൻറ്റ്, എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ്. പഠിക്കുക, അപ്പം ബാക്കിയെല്ലാം വന്നുകൊള്ളും. പണത്തിന് അമിത പ്രാധാന്യം കൊടുക്കരുത്. അതാണ് നമ്മുടെ ജനറേഷൻ അതാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്നതും. പക്ഷെ അതിൽ നിന്നും മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞ്. പണമില്ലാത്തവൻ പിണമാണ്. പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമുക്ക് ജോലിയുണ്ട്, അമേരിക്കയിൽ ജോലിയുണ്ട്, സാലറി ഉണ്ട്. ജോലി ഇല്ലെങ്കിൽ സാലറി ഇല്ല. അപ്പം നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോലി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പം നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും എങ്ങനെ കഴിയാൻ പറ്റും, അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. അതിപ്പം കുടുംബം വേണമെന്നില്ല, അല്ലാതെ സിംഗിൾ ആയിട്ടുള്ളവർക്കും നമുക്കുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെയും അത് ചെറുപ്പം മുതലേ പഠിപ്പിക്കണം. അപ്പം ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ് നമ്മുടെ അടുക്കെ വരുവാണ്. അപ്പം നമ്മൾ എന്തായിരിക്കും ഇപ്പം ഹൈസ്കൂൾ മുതൽ ഏകദേശം ഫൈനാൻസിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. കുട്ടികൾക്കാണെങ്കിലും കോളേജ്, നമ്മളിപ്പം കോളേജിൻ്റെ അവരുടെ മണി എങ്ങനെയാണ്, അവരുടെ കോളേജ് ഫീസ്, ഇതിനെപ്പറ്റിയൊക്കെ മാതാപിതാക്കൾ അറിഞ്ഞില്ല. നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററസിയെ പറ്റി പറയുമ്പം നമുക്ക് എപ്പോഴും ഏറ്റവും നല്ലത് ചെറുപ്രായത്തിൽ തുടങ്ങുന്നതാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ടീനേജറുടെ ഒക്കെ ഒരു ഫൈനാൻഷ്യൽ അവയർനെസ് കൊടുക്കണമെങ്കിൽ നമ്മൾ എവിടുന്ന് തുടങ്ങണം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ഫസ്റ്റ്ലി ഞാനൊന്ന് ഇവിടെ കണ്ടത്, ഫസ്റ്റ് കിഡ്സ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് മണി. അവർ തന്നതാനെ ഒരു പാർട്ട് ടൈം ജോബ് എടുക്കണം. ദേ ഹാവ് ടു ഏൺ മണി. They should learn the value of money. They should learn what is spending and saving. How to do the spending, how to do the saving. Pillaravumbo, they want to just buy whatever they want, go wherever they want. But we have to tell them they have to earn some money, save, and then whatever is left extra they can go and enjoy or buy or whatever. Even if they want to buy something, delayed gratification is important because it's certain things, there is something called need and want. Everyone needs certain things and wants certain things. They have to understand the difference between need and want so that they know what is important and then plan only for those. When some other kid is having something, they also want to buy it. But they have to see if it's really useful, valuable. Then after that, they can buy. Whether we buy or they buy themselves. Enda Pillaru, I can tell you that they used to wait at least a week or 2 or 3 and see if it's really valuable. Then they used to buy. That we have to build that culture of delayed gratification, understanding what is important, value of money, earning it. When you earn it, it's good. Then they should also learn where they can earn that money, how they can earn legally, rightfully, properly, so that they understand the value and they put the time separately for that. Time management for generating that income, whatever they want to do, is also important because they have to take care of the education, they have to take care of doing extra things to make that extra money. That is about, we can say 18 or 19 or 20 by the time they finish their school and they go to college and all that. Then they have to look for internship. When they make more money, that is when they have to be more cautious because they have to start saving. They can make an IRA or make some saving so they can put it into that. Then they have to also plan for the college. They can start saving a little bit for the college. That can be a less burden for the parents too, right? അത് ശരിയാണ്. ഇപ്പം മിസ്റ്റർ പുരുഷോത്തമൻ പറഞ്ഞതുപോലെ ഇപ്പം എനിക്കാണെങ്കിലും ഒരു പുതിയൊരു ഫാഷൻ ഒരു ഡ്രസ്സ് ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും അത് ഇടുന്നു. അപ്പോൾ എനിക്കും അത് വാങ്ങിക്കണമെന്ന് തോന്നി. അപ്പം അന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി വാങ്ങിക്കുവാണെങ്കിൽ ആ സമയത്ത് അതിന് നല്ല എക്സ്ട്രാ പ്രൈസ് ആയിരിക്കും. ഒരു പക്ഷേ അതൊരു 2 ആഴ്ച കഴിയുമ്പോൾ അതിൻ്റെ പ്രൈസ് കുറയാൻ വഴിയുണ്ട്. അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോൾ ആ ഫാഷൻ മാറിപ്പോകും. അത് വാങ്ങിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അത് നല്ലൊരു പോയിന്റാണ്. നമുക്കൊരു സാധനം വാങ്ങിക്കണമെന്ന് തോന്നുമ്പം ഒരു ഇച്ചിരി വെയിറ്റ് ചെയ്യുക. ഇത് വെർത്ത് ആണോ, അതോ ഇനി അഥവാ വെർത്ത് ആണെങ്കിൽ അപ്പം അതിൻ്റെ പ്രൈസ് ഇച്ചിരി കുറയുമോ,
അഥവാ നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്യുന്നതിൽ അത്ര കുഴപ്പമില്ല. വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ അവർക്കൊരു ഏജ് ലിമിറ്റ് ഉണ്ട് ജോലി ചെയ്യാവുന്ന ആ പ്രായത്തിൽ തന്നെ അവരെ ഒരു പാർട്ട് ടൈം ജോബിന് വിടുന്നത് നല്ല കാര്യമാണ്. അതായത് ആ മണി ഉണ്ടാക്കുന്നതിൻ്റെ ആ പെയിന് എന്താണെന്ന് അവർ ആ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഓർമ്മ വരും. ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ്, ആ ചൂടറിയുമ്പോൾ അവർ ആ സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് ഇടും. പിന്നെ അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ അവരെ സേവിങ്സ് പഠിപ്പിക്കുന്നത്. അതായത് നമുക്കൊരു they can open a bank account, they can also put some money there, they can have a piggy bank when they're very young. So these kind of saving habits, when you build, they will learn the value and they will understand what is interest rate, how it grows, where they should put it, where they can get better interest rate. At the same time, they also have to learn what is stock market, and little by little, they may not put a lot of money, even if they put $100, $200 and then learn systematically what they should do, they will figure out how to learn that. അല്ല, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികൾ പൈസ ഉണ്ടാക്കി, അവരുടെ ആവശ്യത്തിനുള്ള പൈസ ചെലവാക്കി, അത് കഴിഞ്ഞിട്ട് അവർ എക്സ്ട്രാ, അതായത് ഒരു ലക്ഷറീസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വെറുതെ എന്തെങ്കിലും മൂവിക്ക് പോകുന്നതോ ഗെയിമിനോ അങ്ങനെ അവരുടെ ലക്ഷറീസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ സമയം വരുമ്പോൾ അതിനു മുമ്പ് ഒരു നിമിഷം അതിൽ നിന്നും ഒരു പെർസെൻറ്റേജ് സേവിങ്ങിന് വെക്കുക. അതായത് നമുക്ക് ആവശ്യങ്ങൾ മാറ്റി വെക്കാൻ പറ്റത്തില്ല. നമുക്ക് സ്കൂളിലെ ഫീസോ കോളേജിലെ ഫീസോ ഫുഡ് ഇതെല്ലാം വേണം. പക്ഷെ നിങ്ങളുടെ ലക്ഷറീസ് വരുമ്പം അതിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് എങ്കിലും ഒന്ന് മാറ്റി സേവിങ്ങിൽ വെക്കുക. അതാണിപ്പം മിസ്റ്റർ പുരുഷോത്തമൻ പറഞ്ഞ പോലെ അത് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമോ, അത് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ എങ്ങനെയാണ് അത് സേവ് ചെയ്യേണ്ടത്. അതിന് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. So you can do either saving in your home or then go to the bank, open the account and then start learning how to manage. Well, there are so many banks, like any of the credit unions, they have banks special accounts for kids. You can open a bank account in the such a bank so that you will be able to put some money there and then save it. Slowly they will understand the value of the money. Then slowly when they go to say 20-25 years, അങ്ങനെ ആവുമ്പോൾ they are getting into a job. That is when they need to really plan how they are going to manage their money, what percentage they need to plan for current life. At the same time, they have to protect their income. Income protection is also important, and they have to put at least about 15-20% of the money so that they can save systematically for that purpose. Apart from that part of saving for the protection, they need to also start thinking about increasing their money, that is building wealth systematically, and planning also if they want to do any masters and save for that. These are 3 things they will have to think initially when they are in their 20s to 25 or so. ഓക്കെ, സോ 20s to 25 ആ സമയത്താണ് അവരുടെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ അവർക്ക് പറ്റുന്ന അത്രയും, even though it is a small amount, how to save. Correct. So learn savings from there. Okay. അതാണ് അതായത് ഒരു ടീനേജർ മുതൽ 25 ബിറ്റ്വീൻ ദാറ്റ് ഏജിൽ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ അവർ ഗ്രോയിങ് ആസ് ആൻ അഡൾട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. Okay. The next phase is they will become a full-time employed person after 25 or 28. Depends on whether they are doing their undergrad and joining, or they are starting their career after their masters. So these 2 situations, then they have to have full-fledged understanding of the finances, and there they need to have proper education, financial education, so that they can systematically plan for their marriage, the kids, at the same time retirement. All 3 are important. The retirement is also the need to think. So retirement also started to from the age of 25. Yeah. Okay. As soon as possible is better. As they start itself, the more they put money, even if they put $300, $400, $500 every month, systematically by the time they're 60, they will have a good chunk of money, more than $1 million. അതാണ് നമ്മൾ അവർക്ക് പഠിപ്പിക്കണം. നമ്മളിപ്പം ഏജ് 25 വരെയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പറയുമ്പം അവരുടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാമോ? അവരുടെ ആദ്യം വന്നിട്ട് they need to understand what is finances. They need to have a basic understanding. അത് കഴിഞ്ഞിട്ട് they need to understand what is credit history, what is needs versus wants.
നീഡ് ആകുമ്പോൾ അത്യാവശ്യമാണ്. വാണ്ട് പറഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ് യു ലൈക്ക് ടു ഹാവ്, യു വുഡ് ലൈക്ക് ടു ഹാവ് ബിക്കോസ് സം അതർ ഫ്രണ്ട് ഇസ് ഹാവിങ് ഓർ യു ഹവ് സീൻ ഇറ്റ് സംവെയർ, യു ലൈക്ക് ഇറ്റ്, യു സീ സം വീഡിയോസ് whatever. So need is important, they should focus on that. Then after that they should also plan in such a way that all their requirements for future education or marriage or whatever, they need to plan at that particular age. The credit history also, they need to have a clarity. They should plan so that if they plan to buy a home in the next 3 years or 4 years, they should have good right. ഇതുപോലെയുള്ള നേഴ്സസ് അങ്ങനെ പ്രൊഫഷണൽ ആൾക്കാർ ഒട്ടുമിക്കവാറും വരുന്നത് അബൌട്ട് 25 ഇയേഴ്സ് ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെ വരുന്നവർക്കിനെ പറ്റി അവരുടെ ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസിയെ പറ്റി പറയുമ്പം എന്താണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്? അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, they have to start thinking about building wealth. Needs versus want is basics at that point because they already know what to do, how to do. But many of them don't have basics. So when they come, we have to teach them everything, how they should plan, what they should do and everything. Then they should also plan a part of the money, what they are getting, to protect their income. This is very, very important because economy goes in cycles, ups and downs. So when those situations happen, when the market is not good, they lose the job, they should have emergency fund. They should have proper planning, at least 3 to 6 months of money. They need to have a saving so that if there is any job loss, they should be able to cater for that, save from their savings, not wait for something else and then look for that. The other thing is cash flow management. They have to plan all that money, what they are earning. That is what I will call as budgeting and cash flow in the family they have to manage. They have to keep money for their expenses, for their living, even for their enjoyment, then save for their retirement. At the same time, plan for any other tour or trip once a year, all that, so the family is happy. At the same time, look for other sources of making income. In case their income is less, they feel that they need to have more money, they should parallelly look for other options so that they will be able to learn and earn more money systematically. അത് ശരിയാണ്. അപ്പം നമ്മളൊരു 25 ഏജിൽ വരുന്നവർക്ക് നമ്മളൊരു ജോലിയായിട്ട് വരുന്ന എങ്കിലും ചിലപ്പോൾ ഒരു നമ്മളിപ്പോൾ അമേരിക്കയിൽ എത്തുമ്പോൾ നമ്മൾ സ്ട്രഗ്ലിംഗ് ടു സർവൈവ്, ഇവിടെ താമസിക്കാൻ വേണ്ടി ആദ്യം നമ്മളൊരു വീടിന് വേണ്ടി വർക്ക് ഹാർഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അതോടൊപ്പം കുട്ടികളുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ഫാമിലിയുടെ ആവശ്യങ്ങൾ, ഇങ്ങനെ ഒരു നീണ്ട നേരം റെസ്പോൺസിബിലിറ്റീസ് ഒത്തിരിയുള്ള സമയമാണ് നമ്മൾ ആ വരുന്ന പീക്ക് ടൈം. പക്ഷെ ആ സമയത്ത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെല്ലാം മീറ്റ് ചെയ്യാതെ പറ്റത്തില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് പിന്നത്തേക്കുള്ള കാര്യം എന്നല്ലാതെ തന്നെ നമ്മുടെ ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും, അതിനൊരു സെക്കൻഡ് പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ജോലിയോടൊപ്പം തന്നെ മറ്റു പല ബിസിനസ്സും ചെയ്യുന്നവരുണ്ട്. അതും ഒരു നല്ല കാര്യമാണ്. കാരണം ഈ അബൌട്ട് 25 കഴിയുമ്പോൾ നമ്മളൊരു എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്കൊരു ജോലിയുണ്ട് കയ്യിൽ. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് പല പല ഡ്രീമും ഉള്ള സമയമാണിത്. നമ്മുടെ പല ഡ്രീമുകളും അച്ചീവ് ചെയ്യാനായിട്ട് അതൊരു ഫൈനാൻഷ്യൽ ഇൻകമിൻ്റെ രീതിയിലാക്കിയാൽ നമ്മുടെ ജീവിതം നല്ല സുഖകരമായിരിക്കും. അതില്ലാത്ത when they start their job, they have to plan for, let's say, car insurance. They have to plan for their health insurance. Adokka certain things are coming from the job. They have a health insurance or they have a retirement plan like a 401 or 403b or something like that. So there they're putting some amount of money. They have to think and see, is that saving enough in case there is anything that is going to happen like emergencies, or in case they get into situation of critical illness, chronic illness or terminal illness, how they will plan. Today we are seeing young people 35, 40 getting stroke, cancer. So they need to plan that in the early stages systematically. Husband and wife have to spend time together, understand this basics. That is very important. If they feel there is not enough, whatever they are making, then they need to plan for additional sources of income parallelly along with the job, giving focus to the job. That is also important to plan. അത് ശരിയാണ്. നമ്മളിപ്പോൾ അമേരിക്ക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് ഒന്നല്ല രണ്ടല്ല എത്ര ജോലി വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ ടൈം വൈസായിട്ട് ഉപയോഗിച്ച് ജോലി ചെയ്ത് ആ മണി വൈസായിട്ട് ഉപയോഗിച്ചാൽ നമുക്കധികം ഓടി നടന്ന് ജോലി ചെയ്യേണ്ട വരത്തില്ല എന്നും. Correct. So the other thing which they need to think is estate planning.
estate planning paranja, it is not just for the wealthy. Even people making 50,000, 100,000, they have some asset, they need to plan. If they have kids, they need to also plan for the kids, so that if something happened to them, the kids will not go to foster care. If something happened to individually the husband or the wife cannot make decisions on behalf of the other person. So they need proper planning with for estate planning. It could be living will, power of attorney, medical power of attorney, then also guardianship for the kids, and then also they have to look at a living trust. If it is mandatory in their financial situation, they need to plan for that also. All these things, if you go, you will find different resources. So they need to consider this important and plan for it. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്, എൻ്റെ കൂടെ ജോലി ചെയ്ത എൻ്റെ ഒരു കൊളീഗ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊളീഗിനെ ഞാൻ കണ്ടു. അവൾ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. അവൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന, എന്നും ഓവർ ടൈമും പല ജോലികളും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് അധികം ജോലിക്കൊന്നും വരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്തോ സംഭവിച്ചത്. അപ്പോൾ പറഞ്ഞു ഹസ്ബൻഡ് മരിച്ചു, നല്ല ഒരു ഇൻഷുറൻസ് നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നുകൊണ്ട് അവൾക്ക് ഇപ്പോൾ ജോലിക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം നല്ലൊരു ഇൻകം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, അവൾക്കും കുട്ടികൾക്കും നന്നായിട്ട് കഴിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ആസ് നീഡഡ് പോലെ ജോലിക്ക് വരുന്നു, ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു. ഇതൊരു സ്റ്റോറി. പക്ഷേ ഇതുപോലെ തന്നെ മറ്റൊരു സ്റ്റോറി, എൻ്റെ ഒരു കോളീഗ്സിൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. അവർക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു, ഇൻഷുറൻസും ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവൾ ഇപ്പോൾ പഴയതിലും വളരെ കൂടുതൽ ജോലി ചെയ്ത് കുട്ടികളുടെയും വീടിൻ്റെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു കോളീഗ്സും എനിക്കുണ്ട്. അപ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾക്കറിഞ്ഞുകൂടാ എത്ര നാൾ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കും, എത്ര നാൾ നമ്മൾ ജീവനോടെ ഇരിക്കും. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഭാവിയെപ്പറ്റി, അതായത് നമ്മുടെ കുട്ടികളുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ചിന്ത, അതിലല്ലേ നമ്മൾ കൂടുതൽ പേരും സമയം ചെലവഴിക്കുന്നതും ജോലി ചെയ്യുന്നതും. അപ്പം നമ്മൾ എന്നും അവരെ സുരക്ഷിതരായിട്ട് ഇരുത്താൻ വേണ്ടി എന്തെങ്കിലും നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ ഈ ഏജിൽ, അതായത് 25 എബവ് ഏജിലുള്ളവർ ജോലി ചെയ്യണം. അതോടൊപ്പം തന്നെ അത് നല്ലൊരു ഫൈനാൻഷ്യൽ ഒരു ഫ്യൂച്ചറിന് വേണ്ടി ഒരു നല്ലൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിരിക്കണം. അതിന് നമ്മൾ കുറേ പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കുറേ ജോലി ചെയ്യേണ്ട, അങ്ങനെയല്ല. നമുക്കുള്ളതിൽ നിന്ന് അത് നമ്മുടെ ഭാവിയിലോട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയും എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഇതേപ്പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളൊരു 25 എബവ് പറഞ്ഞു. അപ്പം ഇനി ഒരു 35 എബവിലാണ് ഇവിടെ വരുന്നത്. അപ്പം അങ്ങനെ വരുന്നവരെ പറ്റി അവർക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? 35 ആവുമ്പോൾ മോസ്റ്റ് ഓഫ് ദം ആർ മാരീഡ്, ദേ ഓൾസോ ഹാവ് കിഡ്സ്, കുട്ടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ദേ ആർ ഓൾസോ ബൈയിങ് എ ഹോം. വെൻ ദേ ബൈ ദ ഹോം, ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഓഫ് money they're going to put towards the home. They should not buy too big home and get into a situation that they have to do the work, otherwise they are like stuck. So job will become a burden for them, because that mortgage will be the main thing they are focusing. So they won't be able to have free time, do something else, all that. So they have to buy a home that is appropriate based on their income. They have to sit with someone and understand this. Adana വളരെ important. So they have to sit with the right person, talk to them and understand based on their income and the budget, what is the right home they need to buy. Second, they need to also protect, just like I told you about the health insurance and the car insurance, they have to protect themselves for income. They have to protect themselves or the spouse also for the income, and plan for also in case something happens to them. There are different concepts, ideas to protect the family in case they get sick and all that. Those they need to get the proper education for terminal illness, chronic illness, critical illness, long-term care. Inganokka ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. They need to get that education, understanding, so they can plan systematically. 35 എബവ് ആയിട്ട് വരുന്നവർ ആ സമയത്ത്, ഈ വരുന്നവരെന്നല്ല ഇവിടെ ഉള്ളവർ തന്നെ ഇപ്പം ഒരു എബവ് 35 കഴിയുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഫൈനാൻഷ്യൽ ലിറ്ററസി എഡ്യൂക്കേഷൻ കിട്ടുന്നതും അറിയുന്നതും നല്ലതാണ്. അഥവാ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നവരവർക്ക് അയ്യോ 25 വയസ്സ് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റും, അങ്ങനെയല്ല. ഏത് പ്രായത്തിലാണെങ്കിലും, അതായത് 20 years ബാക്ക് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ
ഇന്ന് ചെയ്താലും അതാണ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. ആസ് സൂൺ ആസ് പോസിബിൾ ഇഫ് യു ക്യാൻ ഡു ഇറ്റ് ടുഡേ ദാറ്റ് ഈസ് ബെറ്റർ ദാൻ നെവർ ബീയിങ് ഡൂയിങ് ഇറ്റ്. അപ്പം അതാണ് നല്ലത്. അപ്പം പ്രായം എത്രയായിക്കോട്ടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിക്കും കുറവില്ല, നമ്മുടെ ഫൈനാൻഷ്യൽ നീഡിനും കുറവില്ല. പക്ഷേ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതേപ്പറ്റി അറിവ് മനസ്സിലാക്കി വയസ്സായിട്ട് നമുക്ക് കിട്ടുന്ന അറിവ് ഉപയോഗിച്ചാൽ നമ്മൾക്കത് ഫ്യൂച്ചറിൽ വളരെ നല്ലതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഒരു 35 അബൌവിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഏജ് ഗ്രൂപ്പിലോട്ട് വരുമ്പം So അടുത്ത ഏജ് ഗ്രൂപ്പിൽ വരുമ്പോൾ then they have to really plan for all the money that they have invested, readjust them. It is not sufficient they do a plan once and put it. They have to make consistently changes and understand what it is. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം എന്നെ പോലെയുള്ള ഒരാളൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾക്കൊക്കെ കുറച്ച് നമ്മളോർക്കോ നമുക്ക് 401k ഉണ്ട്, TSP പ്ലാൻ ഉണ്ട്, ഇങ്ങനത്തെ പല പ്ലാനുകളുണ്ട്, അത് നമ്മുടെ കാര്യം നടത്തുമല്ലോ. അപ്പം ഇങ്ങനെയുള്ളവർ ഈ സമയത്താണ് ഈ പൈസ നമ്മൾ അതിനെ എവിടെയെങ്കിലും പ്രോപ്പറായിട്ട് ഇടണം. So when we look at the different plans, whether it's 401, IRA or 529 for the kids, or you're having other plans for accumulating the money, 2000, 2008, 2020, and now again the market is going down. അങ്ങനെ ആവുമ്പോൾ you have to see where your money is, what is the portfolio it is in, what is the rate of return you're getting, and see how you should readjust all that money so that you can reduce the amount of losses, at the same time ensure that you can protect that money properly and move it to different financial solutions so that can be safe and secure. Some people need guaranteed income when they cross a particular age of, let's say 50, 55. They need to start planning for income, they need to plan for retirement, they need to plan for minimum amount of money they need in their retirement, all that. So that way only they can take care of all the aspects in their retirement. Otherwise they will reach an age of 60, then they realize, oh, I don't have enough money, now I have to start thinking. The earlier the better. So if you want fruit from a mango tree, when do you plant the tree? Ideally you should plant it 10 years or 15 years or 20 years before. But if you did not do anything, what is the next best time? Now. So time is the essence. Anytime you are doing anything in your life, it's always good to start now, not delay. ഓക്കെ, യാ. അപ്പം നമ്മളിപ്പോഴത്തേക്ക് പറഞ്ഞു ഇപ്പം എന്താ പറയുന്നത്, ഒരു 50 അബവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ സമയത്ത് അവരുടെ മണി ഇതിനു മുമ്പ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന്, അതായത് ആ മണിയൊക്കെ റൈറ്റ്, അതായത് നമ്മളൊരിക്കലും ഫൂളിഷ് ആവരുത്. അതായത് ഒരു മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും ജീവിക്കുന്നത് ജോലി ചെയ്യാൻ വേണ്ടിയാണ്, അല്ലേ? നമ്മളെല്ലാവരും ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. നമ്മൾ ഒരിക്കലും ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നില്ല, അല്ലേ? അതല്ല സത്യം. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ഒരു റുട്ടീനാണ് ഇങ്ങനെ ജോലി ചെയ്യുക, കുറേയൊക്കെ പൈസ ചിലവാക്കും, ബാക്കിയുള്ളത് അവിടെ കിടക്കും. ചിലർ ഉപയോഗിക്കത്തില്ല, ചിലർ അത് കുടുംബത്തിന് വേണ്ടി വെക്കും, ചിലർക്കൊന്നും കാണത്തുമില്ല. അപ്പം അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 50 ഒക്കെ കഴിയുമ്പം മിനിമം ജോലി ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യണം. അതിനു മുമ്പ് ലൈഫ് എൻജോയ് ചെയ്യരുതെന്നല്ല, അതിനു മുമ്പ് നമുക്ക് വളരെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നമുക്ക് പല കാര്യങ്ങളുണ്ട്. ലൈഫ് അത്രയ്ക്ക് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് കുട്ടികളുടെയും മാതാപിതാക്കളുടെയും പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ ഒരു 50 അബവ് ഒക്കെ കഴിയുമ്പം അറ്റ്ലീസ്റ്റ് ഒരു ഫൈനാൻഷ്യലി നമ്മൾ ഇച്ചിരി സ്റ്റേബിൾ ആയിരിക്കണം. അപ്പം അതിനുള്ള മാർഗം അതാണ് നമ്മൾ നടത്തേണ്ടത്. അപ്പം ഇപ്പം നമ്മൾ ഇത്രയും നാൾ അതേപ്പറ്റി ചിന്തിച്ചില്ലെങ്കിൽ ഇന്ന് മുതൽ ഇപ്പോൾ എങ്കിലും അതേപ്പറ്റി ചിന്തിച്ച് ചെയ്യേണ്ട സമയമാണ്. അപ്പം അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? So the next one is when you're looking for your retirement after say 55, 60, I will take 2-3 slabs of income. If let's say an average IT person is making about 100k every year, or husband and wife together they're making 250k income, or they're in the higher level bracket, they're making about $500,000, husband and wife together. Each person has to think in retirement how much money they need.
where are they going to get that money in retirement from their 401, IRA, real estate, investments, all that. So they have to be investing in different places, not in one place. So when they do the diversification, they will have clarity where they can take out the money. When they go to their 55, 60, they have to start thinking of consolidating. Think of importantly taxes, how it is going to affect. The taxes is going to increase for all of us. We are at the lowest levels of taxes. Taxes can only go up. It is very, very unlikely that the taxes will go down for us because of inflation and different factors. If the taxes is important in the retirement, if you have 100,000 income that is coming from other sources, tax itself will take away 25-30%. Then what is left out is only 70%. So you need to think how I should plan so that money that is available in my retirement, everything is not taxable. You have to diversify, you have to plan systematically so that all that money that is coming out in retirement, you should be paying minimum taxes. അത് നല്ലൊരു കാര്യമാണ്. അപ്പം നമ്മൾ അതേപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണം. കാരണം നമ്മളെല്ലാവരും വെറുതെ ഉള്ളതുപോലെ ആവട്ടെ മറ്റൊന്നും ചിന്തിക്കാറില്ല. അപ്പം നമ്മൾക്ക് റിട്ടയർമെൻറ്റിൻ്റെ സമയത്തും നമുക്ക് നല്ല ഒരു തുക ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന സാലറിയുടെ അത്ര ഒന്നും കാണത്തില്ല. ചിലർക്ക് പകുതി, ചിലപ്പോൾ അതിൽ കുറവായിരിക്കും. അപ്പം അതിൽ നിന്ന് ഒരു നല്ല എമൗണ്ട് ടാക്സ് പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് ബാക്കിയൊന്നും കാണത്തില്ല. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും ടാക്സ് കട്ട് വരാതെ, ടാക്സ് റിട്ടേൺ വരാതെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ മണി നമുക്ക് എവിടെ സേഫ്ലി സേവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് എങ്ങനെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. Correct. In retirement, you have to look for places where there is less market risk. As the age grows up, your risk in the market you have to reduce and start moving the funds into places where you can get stable income, dividend income, at the same time guaranteed income. So those are the important things they need to plan. Guaranteed income is important as we move further. We don't know what is going to happen to Social Security. We don't know how the pension is going to be there for all the people because a lot of changes are there. Many people don't have pension at all. Even the 401k system will change systematically. All those things they need to think and plan. നമ്മൾ ഇപ്പോൾ മിസ്റ്റർ പുരുഷോത്തമനുമായിട്ട് സംസാരിച്ച് നമുക്ക് കിട്ടിയ അറിവ്, എനിക്ക് ഇതിൽ പല കാര്യങ്ങളും പുതിയ അറിവുകളാണ്. അപ്പം നമ്മൾ എന്താണ് ഫൈനാൻഷ്യലി എത്രയും പെട്ടെന്ന് ഫൈനാൻഷ്യൽ ലിറ്ററസി നേടുക, അത് കഴിഞ്ഞിട്ട് ഫൈനാൻഷ്യലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആകുക, ഇത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾക്ക് പലർക്കും ഇതിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. ഒന്നിനും സമയം അതിക്രമിച്ചിട്ടില്ല. ഇതാ ഇവിടെ നമുക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസിയെ പറ്റി അറിയുവാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതേപ്പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതനുസരിച്ച് അടുത്തടുത്ത വീഡിയോയിൽ ഞങ്ങൾ അതിൻ്റെ ആൻസർ തരാൻ കഴിവതും പരിശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഞാനിത് പാർട്ട് 1 ആയിട്ട് ഇവിടെ ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ പാർട്ട് 2-ൽ ഇനി ഇതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെയാണ്, ഇതൊരു ബേസിക് ആയിട്ടൊരു ലിറ്ററസി, അതായത് ഓരോ ഏജിലുള്ളവർക്കും എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്കിതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് അതേപ്പറ്റി നമുക്ക് മിസ്റ്റർ പുരുഷോത്തമനിൽ നിന്ന് നമുക്ക് അറിവുകൾ സ്വീകരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.